മലയാളത്തിലെ രണ്ട് നടന്മാർ പൃഥ്വിരാജ് സുകുമാരൻ അതോടൊപ്പം തന്നെ ദിലീപ്. ഇതിൽ പൃഥ്വിരാജിൻ്റെ രണ്ട് പടങ്ങൾ ഇപ്പോൾ അവസാനമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പടം നോബഡി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത പടം. രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പടം. അത്യാവശ്യം ബഡ്ജറ്റുള്ള രണ്ട് പടങ്ങൾ തന്നെയാണ്. കിട്ടുന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ 30 കോടി ബഡ്ജറ്റായിരുന്നു വിലായത്ത് ബുദ്ധ. നോബഡി എന്ന് പറയുന്ന സിനിമ 30 കോടിയിലേറെ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് രണ്ടും കിട്ടിയ കളക്ഷനാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് മലയാള സിനിമയിലെ പ്രമുഖ നടനായിട്ടുള്ള പൃഥ്വിരാജ് അഭിനയിച്ച ഈ രണ്ട് പടങ്ങൾക്ക് കിട്ടിയ കളക്ഷൻ, വിലായത്ത് ബുദ്ധയ്ക്ക് കിട്ടിയത് 8.5 കോടി രൂപയാണ് ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് 30 കോടിക്കെടുത്ത പടത്തിന് 8.5 കോടി കളക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത നോബഡി എന്ന സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 16 കോടി രൂപ. അതായത് 30 കോടിയുടെ പടമാണ് 16 കോടി എന്ന് പറയുന്നത് കളക്ഷൻ റിപ്പോർട്ട്. അപ്പോൾ വിലായത്ത് ബുദ്ധ 16 നിലയിൽ പൊട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോബഡിയുടെ അവസ്ഥയും അത് തന്നെയാണ്. 8 നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് പൃഥ്വിരാജ് അഭിനയിച്ച ഈ രണ്ട് പടങ്ങൾ എല്ലാ അർത്ഥത്തിലും വമ്പൻ ഫ്ലോപ്പായി കേരളത്തിൽ മാറി എന്നുള്ളതാണ് ഇതിനർത്ഥം എന്ന് പറയുന്നത്. എന്താണ് പൃഥ്വിരാജിൻ്റെ പടങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. ദിലീപ് തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമകൾ ഇനി വിജയിക്കില്ല, ദിലീപിൻ്റെ കരിയർ എല്ലാം അവസാനിച്ചു എന്നുള്ളത്. അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദിലീപല്ല തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനാണ് തകർന്നടിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ, അതായത് എമ്പുരാൻ, ലൂസിഫർ പോലുള്ള വലിയ മലയാള ചിത്രങ്ങൾ എടുത്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാൻ എന്ന ചിത്രത്തിൽ മാത്രമാണ് പൃഥ്വിരാജിന് അമളി പറ്റിയതെന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള രാഷ്ട്രീയ കുത്തിക്കേറ്റുകളൊക്കെ നടത്തിയിട്ട് ആ പടം ഒരു കുളം തോണ്ടുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു 7,000 എത്താനായിട്ടുള്ള വകുപ്പൊന്നും തന്നെ എമ്പുരാനിൽ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷേ അത് വലിയ ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം ഇറങ്ങിയ പടങ്ങളായിട്ടുള്ള ഈ പറയുന്ന വിലായത്ത് ബുദ്ധ, നോബഡി എന്ന് പറയുന്ന ഈ രണ്ട് സിനിമയും പൃഥ്വിരാജിനെ സംബന്ധിച്ചുള്ള വലിയ പരാജയങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൃഥ്വിരാജിന് ഇനി ഒരു പ്രതീക്ഷയുള്ള പടം എന്ന് പറയുന്നത് ഖലീഫ എന്ന് പറയുന്ന ഒരു പടം മാത്രമാണ്. അത് കുറച്ച് വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു പടമാണ്. ആ ഒരൊറ്റ പടം, അത് നമ്മുടെ ലാലേട്ടനൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പടത്തിന് അത്യാവശ്യം ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ ആ പടം ഇനി ക്ലിക്കാവുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. വൈശാഖിൻ്റെ പടമാണ്. വൈശാഖിൻ്റെ മുൻപത്തെ പടങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ക്ലിക്കാവാത്ത പടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പടം ഇറങ്ങുമ്പോഴത്തേക്കും എന്താവും അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പടം കൂടി എല്ലാ അർത്ഥത്തിലും എങ്ങനെ ഫ്ലോപ്പ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അവസ്ഥ ഭയാനകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മലയാള സിനിമയിൽ തന്നെ പൃഥ്വിരാജ് ഇടവേള എടുക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമായി. കാരണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനൊരു ഫാൻ ബേസ് എന്നുള്ള തരത്തിലൊന്നും തന്നെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ആ ഒരു തരത്തിലുള്ള, അതായത് ഈ പറയുന്ന തോതിലും ഈ ദിലീപിനെ തകർക്കാനായിട്ട് ഒരുപാട് പേര് നിലവിൽ പല തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ പൃഥ്വിരാജ് ദിലീപുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിലീപിൻ്റെ പടങ്ങൾക്ക് അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ പോലും ദിലീപ് പടങ്ങൾ കുടുംബ പ്രേക്ഷകർ പലരും ഇപ്പോഴും കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു തട്ടുപൊളുപ്പം പടമായാൽ പോലും അത്യാവശ്യം ആവറേജ് രീതിയിൽ ദിലീപിൻ്റെ പടങ്ങൾ ആ ഒരു തരത്തിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിലെടുത്ത് പറയാനുള്ളത് ബാന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് ദിലീപിൻ്റെ ഒട്ടും ക്ലച്ച് ഒഴിയാതെ പോയ ഒരു സിനിമ എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള സിനിമകളൊക്കെ തന്നെ അത്യാവശ്യം ആവറേജ് രീതിയിൽ ഓടിയ പടങ്ങൾ. അതിൽ ലാസ്റ്റ് വന്ന വലിയ ഹൈപ്പിൽ വന്ന ആ ഒരു പടം തീർച്ചയായിട്ടും അത് അത്രയ്ക്കും അൾട്രാ നെഗറ്റീവ് എന്നൊരു പടമാണ്. ആ പടം എന്നിട്ട് പോലും 50 കോടി അടുപ്പിച്ച് അത് കളക്ട് ചെയ്തു. അത്രയും നെഗറ്റീവ് വന്നിട്ട് നമ്മൾ ലാലേട്ടൻ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പടത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഹൈപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് അത്രയും അൾട്രാ നെഗറ്റീവ് വന്നിട്ട് പോലും അത് 50 കോടി അടുപ്പിച്ച് കളക്ഷൻ നേടി. അതെങ്ങാനും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാത്ത കളക്ഷൻ വരുമായിരുന്നു ആ ചിത്രത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുന്നേ വന്ന പടമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു പടം. അത് ആ വർഷത്തെ ക്ലീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയായിരുന്നു. അതായത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ആ പടം ക്ലീൻ ഹിറ്റ് ആയതെന്ന് പറയുന്നത്. അത് ഈ പ്രമുഖ റിവ്യൂവേഴ്സ് പോലും അതിന് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആ പടം ആ വർഷത്തെ ക്ലീൻ ഹിറ്റായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ സത്യനാഥൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ സിനിമ, അതും ആവറേജ് രീതിയിൽ ഓടിയ ഒരു പടമാണ്. അങ്ങനെ കുറേയധികം പടം ദിലീപിൻ്റെ ആവറേജ് രീതിയിൽ ഓടിയ പടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ക്ലീൻ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ഈ പറയുന്ന ലാസ്റ്റ് ഇറങ്ങിയ പടം ലാലേട്ടനൊപ്പം ആ ഒരു പടം മാത്രമാണ് പാളിപ്പോയി. അതായത് വലിയ ഹൈപ്പിൽ വന്നൊരു പടമാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ വന്നില്ല. അത് വലിയ തോതിൽ നെഗറ്റീവായി മാറിയെങ്കിൽ പോലും അത് 50 കോടി അടിച്ച് കളക്ഷൻ നേടിയ ഒരു പടം കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് ഇപ്പോഴും ഒരു കുടുംബ പ്രേക്ഷകർ, ആ ഒരു തരത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപ് പടങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന ഒരു സംശയമില്ലാതെ എടുത്ത് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിന് ഒരു അൾട്രാ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു പടം ക്ലിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളക്ഷൻ കയറുമെന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ അങ്ങനെയല്ല പൃഥ്വിരാജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന് ആ ഒരു രീതിയിൽ കാത്തിരിപ്പ്, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവവികാസവും അങ്ങനെയൊന്നും തന്നെ ഇല്ല പൃഥ്വിരാജ്. ആ ഒരു തരത്തിലുള്ള ഒരു ഫാൻ ബേസ് സൃഷ്ടിക്കാനായിട്ട് പൃഥ്വിരാജിന് സാധിച്ചിട്ടില്ല. പക്ഷേ പൃഥ്വിരാജിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്.
ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ പൃഥ്വിയുടെ പടങ്ങൾക്ക് ആ ഒരു തരത്തിൽ വലിയൊരു ഹൈപ്പ് ആ ഒരു തരത്തിലൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന ഖലീഫയ്ക്ക് പോലും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഹൈപ്പാണ് ആ ചിത്രത്തിനുള്ളതെന്ന് പറയുന്നത്. അത് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ആ പടത്തിന് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം പൃഥ്വിരാജ് ഈ ഇറങ്ങിയ 2 പടങ്ങളും ഇത്രത്തോളം വലിയൊരു ഫ്ലോപ്പായി മാറുക എന്നുള്ളത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന വിലായത്ത് ബുദ്ധിയൊക്കെ ഇറങ്ങി പൊട്ട് ഒരു ഇതുമില്ല, ആരും അറിഞ്ഞ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിനോപടി ആയാലും ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതും ഇറങ്ങി എട്ടിലെ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പറയും. വലിയ പൊട്ടലാണ്, അതായത് ബഡ്ജറ്റ് പോലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള പൊട്ടലാണ് ഈ 2 പടങ്ങൾ പൊട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതും മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ്റെ 2 പടങ്ങൾ ഇത്രത്തോളം വലിയൊരു ഫ്ലോപ്പായിട്ട് മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോഴത്തേക്കും നിലവിൽ മലയാള സിനിമയിൽ ഒരു വലിയ തോതിലുള്ള സ്ട്രഗിൾ പീരീഡ് നേരിടുന്നത് പൃഥ്വിരാജാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. വരാൻ പോകുന്ന ഖലീഫ എന്ന് പറയുന്ന പടം കൂടി പൊട്ടുന്ന തരത്തിലോട്ട് എങ്ങാനും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് മലയാള സിനിമയിൽ തന്നെ വലിയ തോതിലൂടെ ഗ്യാപ്പ് അടിക്കേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആകെ പ്രതീക്ഷയുള്ള ഒരു പടം എന്ന് പറയുന്നത് ഖലീഫ മാത്രമാണ് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം ഇനി ഒരു തിരിച്ചുവരവ് പടങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു രീതിയിലൂടെ ഉറപ്പാണ്. അതായത് പൃഥ്വിരാജ് ദിലീപ് തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത 2 വ്യക്തികളാണ് എന്നുള്ള എടുത്തു പറയണം. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ പോലും ദിലീപിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബ പ്രേക്ഷകർ നിലവിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജിന് കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒട്ടുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുടുംബ പ്രേക്ഷകർ മാത്രമല്ല, ഒരു ഫാൻ സപ്പോർട്ടിങ് നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജിന് വളരെ മോശമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത പടം കൂടി പൃഥ്വിരാജിൻ്റെ നിലം തൊടാതെ പൊട്ടുന്ന തരത്തിലോട്ട് വല്ലതും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരിക്കത്തില്ല പൃഥ്വിരാജിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.